പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. അബ്രാഹത്തിന്റെയും സഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ കർത്താവേ, ജീവിക്കുന്നവരുടെ നാട്ടിലേക്ക് യാത്ര പുറപ്പെട്ടിരിക്കുന്ന ഈ പുരോഹിതന് പാപശാന്തിയും പരമാനന്ദവും പ്രദാനം ചെയ്യണമേ. വിശ്വാസം പാലിച്ചുകൊണ്ട് തന്റെ ഓട്ടം പൂർത്തിയാക്കിയിരിക്കുന്ന ഈ സഹോദരനെ അങ്ങയുടെ സന്തോഷത്തിൽ പങ്കാളിയാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, ദൈവമേ, അങ്ങേ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ഒരിക്കലും ഭക്താശനാവുകയില്ല. അങ്ങയെ ദൈവവും രക്ഷകനുമാകുന്നു. ഞാൻ എപ്പോഴും അങ്ങിൽ ശരണപ്പെടുന്നു. എന്റെ ദുർക്കാലത്തെ പാപങ്ങൾ മറന്ന് കാരുണ്യപൂർവ്വം എന്നെ കടാക്ഷിക്കണമേ. പീഡകളിൽ നിന്നെ മോചിപ്പിച്ച് എന്റെ ഹൃദയവേദനകൾ നീക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അനന്തവും അഗ്രാഹ്യവുമായ കാരുണ്യത്തെ ഓർത്ത് സൃഷ്ടികളെല്ലാം അങ്ങയെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും കടപ്പെട്ടിരിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനനിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ ദൈവം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും അമർത്തലുമായ കർത്താവേ, കാരുണ്യമുള്ള നിങ്ങളെ കാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ജീവിതായുധമായ ദൈവസന്ദേശം ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. അതുവഴി സ്നേഹമിശ്രണവും ഞങ്ങളിൽ വർദ്ധിക്കുവാനും ഞങ്ങൾ രക്ഷപ്രാപിച്ച് നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. സംഖ്യയുടെ പുസ്തകത്തിലുള്ള വായന അധ്യായം 20 വാക്യങ്ങൾ 22 മുതൽ. ഇസ്രായേൽക്കാർ കാദേശിൽ നിന്ന് പുറപ്പെട്ട് ഹോർ മലയിലെത്തി. ഏദോമിന്റെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ആ മലയിൽ വെച്ച് ദൈവം മോശെയോട് ഇങ്ങനെ അരുളി ചെയ്തു: അഹ്റോൻ തന്റെ ജനങ്ങളോട് ചേരാൻ പോവുകയാണ്. ഇസ്രായേൽ ജനങ്ങൾക്കായി ഞാൻ നൽകുന്ന രാജ്യത്തിൽ അവൻ പ്രവേശിക്കുകയില്ല. എന്നാൽ മെരീബ തടാകത്തിങ്കൽ വെച്ച് എന്റെ കൽപ്പന അവൻ നിരസിച്ചു. ഇപ്പോൾ നീ അഹ്റോനെയും
അവന്റെ പുത്രനായ ഏലിയാസറിനെയും ഹോർമലയിലേക്ക് കൊണ്ടുപോവുക. അവിടെ വെച്ച് അഹരോന്റെ പുരോഹിത വസ്ത്രം ഊരി ഏലിയാസറിനെ ധരിപ്പിക്കുക. അഹരോൻ മരിച്ചു തന്റെ ജനങ്ങളോട് ചേരട്ടെ. കർത്താവിന്റെ കൽപ്പന പ്രകാരം മോശ പ്രവർത്തിച്ചു. അവർ മലയിലേക്ക് കയറിപ്പോകുന്നത് ജനങ്ങളെല്ലാം കാണുന്നുണ്ടായിരുന്നു. അവിടെ മോശ അഹരോന്റെ പുരോഹിത വസ്ത്രങ്ങൾ ഊരി ഏലിയാസറിനെ അണിയിച്ചു. അത് കഴിഞ്ഞപ്പോൾ അഹരോൻ മരിച്ചു. ഉടനെ മോശയും ഏലിയാസറും മലയിൽ നിന്നിറങ്ങി അടിവാരത്ത് ചെന്നു. വിവരമറിഞ്ഞ് ഇസ്രായേൽക്കാർ ഒന്നടങ്കം 30 ദിവസത്തേക്ക് ദുഃഖമാചരിച്ചു. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്ത്യക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം 15-ാം അധ്യായം 35 മുതലുള്ള തിരുവചനങ്ങൾ. മരിച്ചവർ എങ്ങനെ ഉയർത്തുമെന്നും ഉയർത്തുമ്പോൾ അവരുടെ ശരീരം എങ്ങനെയുള്ളതായിരിക്കുമെന്നും നിങ്ങൾ ചോദിച്ചേക്കാം. എന്നാൽ അതെല്ലാം ബുദ്ധിശൂന്യമായ ചോദ്യങ്ങളാണ്. വിതച്ച വിത്ത് മുളയ്ക്കണമെങ്കിൽ ആദ്യം അത് ദ്രവിച്ചു പോകണം. വിതച്ച വസ്തുവെല്ലാം മുളച്ചു പൊങ്ങി വരുന്നത് നീ വിതയ്ക്കുന്നത് അതാതിൻ്റെയോ മറ്റു പല ധാന്യങ്ങളുടെയോ വിത്ത് മാത്രമാണ്. എന്നാൽ ദൈവം തന്റെ നിശ്ചയമനുസരിച്ച് അതിൽ ഒരു ശരീരം അഥവാ തണ്ട് പ്രദാനം ചെയ്യുന്നു. ഓരോ വിത്തുകൾക്കും അവയ്ക്ക് ഇണങ്ങിയ തണ്ടുകൾ നൽകപ്പെടുന്നു. ശരീരമെല്ലാം ഒരുപോലെയല്ല. മനുഷ്യ ശരീരമുണ്ട്, മൃഗങ്ങളുടെ ശരീരമുണ്ട്, പക്ഷികളുടെ ശരീരമുണ്ട്, മത്സ്യങ്ങളുടെ ശരീരമുണ്ട്. ഇവ കൂടാതെ സ്വർഗീയ ശരീരങ്ങളും ഭൗമിക ശരീരങ്ങളുമുണ്ട്. അവയുടെ എല്ലാം ഭംഗിക്ക് വ്യത്യാസവുമുണ്ട്. സൂര്യന്റെ പ്രകാശമൊന്ന്, ചന്ദ്രന്റെ പ്രകാശം മറ്റൊന്ന്, നക്ഷത്രത്തിന്റെ പ്രകാശം അതിൽ നിന്നെല്ലാം ഭിന്നമാണ്. ഒരു നക്ഷത്രത്തിന്റെ പ്രകാശവും മറ്റൊരു നക്ഷത്രത്തിന്റെ പ്രകാശവും തമ്മിലും വ്യത്യാസമുണ്ട്. ഉയർപ്പിന്റെ കാര്യവും ഇങ്ങനെ തന്നെയാണ്. വിതച്ചത് നശ്വരം, ഉയർത്തുന്നത് അനശ്വരം. വിതച്ചത് അപമാനം, ഉയർത്തുന്നത് മഹത്വം. വിതച്ചത് ബലഹീനത, ഉയർത്തുന്നത് ശക്തി. വിതച്ചത് ഭൗമിക ശരീരം, ഉയർത്തുന്നത് ആത്മീയ ശരീരം. എന്തെന്നാൽ ഭൗമിക ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരവുമുണ്ട്. ഈ നശ്വര ശരീരം അനശ്വരമായി തീരും, മരണമുള്ള ശരീരം മരണമില്ലാത്തതാകും. അങ്ങനെ നശ്വര ശരീരം അനശ്വരമായും മരണമുള്ളത് മരണമില്ലാത്തതായും തീരുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന ഈ വാക്യങ്ങൾ നിറവേറും. മരണത്തെ വിജയം വിഴുങ്ങിക്കളഞ്ഞു. മരണമേ, നിന്റെ വിജയം എവിടെ? നിന്റെ ദംശനം എവിടെ? മരണത്തിന്റെ ദംശനമെന്ന് പറഞ്ഞാൽ പാപം എന്നർത്ഥം. പാപത്തിന് ശക്തി ലഭിക്കുന്നത് നിയമത്തിൽ നിന്നാണ്. നമ്മുടെ കർത്താവ് യേശുമിശിഹാ വഴി നമുക്ക് വിജയം നൽകിയ ദൈവത്തോട് നന്ദി പറയാം. ഒരുവൻ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഭൃത്യന്മാരെ വിളിച്ച് തന്റെ സമ്പത്ത് അവരെ ഖരമേൽപ്പിച്ചതുപോലെയാണ്
സ്വർഗരാജ്യം. അവൻ ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് ഒരുവന് 5 താലന്തും മറ്റൊരുവന് 2 വേറൊരുവന് 1 കൊടുത്ത ശേഷം യാത്ര പുറപ്പെട്ടു. 5 താലന്ത് ലഭിച്ചവൻ ഉടനെ പോയി വ്യാപാരം ചെയ്ത് 5 താലന്ത് കൂടി സമ്പാദിച്ചു. 2 താലന്ത് കിട്ടിയവനും 2 കൂടി നേടി. എന്നാൽ 1 താലന്ത് ലഭിച്ചവൻ പോയി നിലം കുഴിച്ച് യജമാനന്റെ പണം മറച്ചു വെച്ചു. ഏറെ കാലത്തിന് ശേഷം ആ വൃദ്ധന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു. 5 താലന്ത് കിട്ടിയവൻ വന്ന് 5 കോടി സമർപ്പിച്ച്, യജമാനനെ, നീ എനിക്ക് 5 താലന്താണല്ലോ നൽകിയത്, ഇതാ ഞാൻ 5 കോടി സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യജമാനൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഭരമേൽപ്പിക്കും. നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക. 2 താലന്ത് കിട്ടിയവനും വന്ന് പറഞ്ഞു, യജമാനനെ, നീ എനിക്ക് 2 താലന്താണല്ലോ നൽകിയത്, ഇതാ ഞാൻ 2 കോടി സമ്പാദിച്ചിരിക്കുന്നു. യജമാനൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഭരമേൽപ്പിക്കും. നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക. ജീവദായകവും ദൈവികവുമായ ദൈവവചനത്തിന്റെ പ്രഘോഷകരും സാക്ഷിയുമായിരുന്നു ബഹുമാനപ്പെട്ട ജേക്കബ് അച്ഛൻ. ഓരോ ബലിയിലും വചനം വായിച്ച് ധ്യാനിച്ച് അച്ഛൻ ജനത്തിന് വ്യാഖ്യാനിച്ചു കൊടുത്തിരുന്നു. വചന ശുശ്രൂഷയിൽ വചനഗ്രന്ഥം ശുദ്ധിച്ചിരുന്ന ജേക്കബ് അച്ഛനെ ഇപ്പോൾ സുവിശേഷം ശുദ്ധിപ്പിക്കുന്നു. നമുക്കെല്ലാവർക്കും ഇരുന്ന് അഭിവൃദ്ധി പിതാവിന്റെ സന്ദേശം ശ്രമിക്കാം. ഗുണവാനും വിശ്വസ്തനുമായ ഭൃത്യ, അല്പകാര്യങ്ങളിൽ നീ വിശ്വസ്തനായിരുന്നതിനാൽ വലിയ കാര്യങ്ങളിലേക്ക് നീ പ്രവേശിക്കുക. നിന്നെ ഞാൻ ഏൽപ്പിക്കും. നിന്റെ യജമാനന്റെ സന്തോഷത്തിൽ നീ പ്രവേശിക്കുക. ദൈവം തന്നിൽ അർപ്പിച്ച പൗരോഹിത്യം എന്ന വലിയ ദാനം അനേകായിരങ്ങൾക്ക് ജീവനും നന്മയ്ക്കുമായി പങ്കുവച്ച് കർത്താവ് ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിച്ചുകൊണ്ട് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട ജേക്കബ് കുറുപ്പിനകത്തച്ഛൻ നിത്യ സമ്മാനത്തിനായി യാത്രയായിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന നമുക്കെല്ലാവർക്കും ഉചിതനായ കർത്താവിൻ്റെ വാക്കുകൾ ആശ്വാസം പകരട്ടെ. സ്നേഹമുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ അതിരൂപതയിലെ ബഹുമാനപ്പെട്ട ജേക്കബ് അച്ഛൻ നിർവഹിച്ച സ്തുത്യർഹമായ ശുശ്രൂഷകളെ പറ്റി തികഞ്ഞ അവബോധമുള്ളവരാണ് നാം എല്ലാവരും തന്നെ. നമ്മുടെ അതിരൂപതയിലെ പ്രധാനപ്പെട്ട വലിയ വലിയ ചുമതലകൾ നിർവഹിക്കുവാൻ ദൈവം അദ്ദേഹത്തിന് അവസരം നൽകുകയും ആ ചുമതലകളെല്ലാം വിശ്വസ്തതാപൂർവം നിർവഹിച്ചുകൊണ്ട് ദൈവത്തിന്റെ മഹത്വവും ദൈവജനത്തിന് നന്മയും നൽകുവാൻ അദ്ദേഹം പരിശ്രമിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ അതിരൂപതയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കായ ആളുകൾ മാത്രമല്ല, ബഹുമാനപ്പെട്ട ജേക്കബ് അച്ഛന്റെ ശുശ്രൂഷ ലഭിച്ച നാനാജാതി മതസ്ഥരായ ആളുകളും അച്ഛന്റെ ദേഹവിയോഗത്തിൽ വേദനിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ജേക്കബ് അച്ഛന്റെ മരണം ആകസ്മികമായിരുന്നു എന്ന് നമുക്ക് തോന്നാം. എന്നാൽ അപ്രകാരം ആകസ്മികമായിരുന്നു എന്ന് പറയുക പ്രയാസമാണ്. നല്ല ആരോഗ്യമുള്ള അവസരത്തിൽ ചെറിയ ഒരു രോഗമുണ്ടാകുമ്പോൾ അതിൻ്റെ പിന്നിൽ ഗുരുതരമായ ആരോഗ്യ പ്രതിസന്ധികളുണ്ട് എന്ന് അറിയുമ്പോൾ പെട്ടെന്ന് അത് നിഷേധിക്കുവാനാണ് നമുക്കെല്ലാവർക്കും പ്രചോദനമുണ്ടാവുക.
ബഹുമാനപ്പെട്ട ജേക്കബച്ചനും തൻ്റെ ആരോഗ്യസ്ഥിതിയെ പറ്റി ഏതാണ്ട് തൃപ്തികരമായ അവസ്ഥയാണ് എന്ന ബോധ്യത്തോടെയാണ് ജീവിച്ചിരുന്നത്. എന്നാൽ ആ ബോധ്യം പൂർണ്ണമായും ശരിയായിരുന്നില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത്. വിദഗ്ധരായ പല ബിഷപ്പ്വരന്മാരുടെയും ഉപദേശവും ശുശ്രൂഷയും നേടിയപ്പോഴും ആ ആരോഗ്യനിലയെക്കുറിച്ച് അവരെല്ലാം ആശങ്ക പ്രകടിപ്പിക്കുകയുണ്ടായി. ആദ്യമൊക്കെ ഈ ഒരു അവസ്ഥ സ്വീകരിക്കുവാൻ ബഹുമാനപ്പെട്ട ജേക്കബച്ചനും പ്രയാസമുണ്ടായിരുന്നു. എന്നാൽ വെല്ലൂര് ചികിത്സ ശേഷം വീട്ടിൽ വന്ന് വിശ്രമിച്ചിരുന്ന അവസരത്തിൽ ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, പിതാവേ, ഞാനിത് സന്തോഷത്തോടെ അംഗീകരിക്കുകയാണ്. ദൈവത്തിന് ഞാൻ പൂർണ്ണമായി വിട്ടുകൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് തെല്ലും ഭയമില്ല. ദൈവത്തിനായി ആവുന്ന ശുശ്രൂഷ ചെയ്തുകൊണ്ട് എൻ്റെ ജീവിതം പൂർത്തിയാക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം താൻ ശുശ്രൂഷ ചെയ്തിരുന്ന ഉഴവൂർ ഇടവക ദേവാലയത്തിലേക്ക് വീണ്ടും വികാരിയായി പോകുവാനുള്ള സന്നദ്ധത പ്രകടിപ്പിക്കുകയും അത് അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും ചെയ്തത്. ആ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന അവസരത്തിലും അദ്ദേഹത്തെ രോഗം അലട്ടിയിരുന്നു. എന്നാൽ ആ രോഗത്തോട് പോരാടി ജീവിക്കുവാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. അപ്രകാരം തന്നെ ഗ്രസിച്ച ആ രോഗത്തിന്റെ ഹൃദയത്തിന്റെ പ്രശ്നങ്ങളും കിഡ്നിയുടെ പ്രവർത്തനങ്ങളുമെല്ലാം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രയാസകരമായിരുന്നെങ്കിലും അവയിലൊന്നും തളരാതെ അദ്ദേഹം തന്റെ ശുശ്രൂഷയിൽ അവസാന ശ്വാസം വരെ ആമഗ്നനായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ദൈവം അദ്ദേഹത്തിന് നൽകിയ ദൗത്യങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് യാത്രയായിരിക്കുകയാണ്. നമ്മുടെ അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നഷ്ടമാണ് ബഹുമാനപ്പെട്ട ജേക്കബച്ചന്റെ ഈ മരണത്തിലൂടെ ഉണ്ടായിട്ടുള്ളത്. കാരണം നമ്മുടെ അതിരൂപതയിലെ ഏത് ഉത്തരവാദിത്വവും വിശ്വസ്തയോടെ നിർവഹിക്കുവാൻ കഴിയുന്ന, വിശ്വാസത്തോടെ ഏൽപ്പിക്കുവാൻ കഴിയുന്ന ഒരു വൈദികനായിരുന്നു ബഹുമാനപ്പെട്ട കുറുപ്പിനാഥച്ചൻ. അതുകൊണ്ട് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട വലിയ ചുമതലകളും അദ്ദേഹം വളരെ ഭംഗിയായി നിർവഹിച്ചത്. ഒരുപക്ഷെ പ്രയാസമുള്ള സാഹചര്യങ്ങളിൽ പോലും തളരാതെ ഉറച്ച മനസ്സോടെ അദ്ദേഹം തന്നിൽ അർപ്പിതമായ വിശ്വാസം പൂർത്തീകരിച്ചുകൊണ്ട് തന്റെ ചുമതലകൾ നിർവഹിക്കുന്നതിൽ ഏറെ തൽപരനായിരുന്നു. നമ്മുടെ വിവിധ ദേവാലയങ്ങളിൽ വികാരിയായി ശുശ്രൂഷ ചെയ്യുന്നത് പോലെ തന്നെ രാജഗുരുനാരായണന്റെ കോളേജിന്റെ പ്രിൻസിപ്പലായി, മിഷണറി സൊസൈറ്റിയുടെ ഡയറക്ടറായും, അഭിനാദേശിന്റെയും അതുപോലെ പ്രവർത്തനങ്ങളുടെയും ഒക്കെ സാന്നിധ്യത്തിലുമൊക്കെ അദ്ദേഹം വളരെ താല്പര്യപൂർവ്വം പങ്കെടുക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്തിരുന്നു. എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം ബഹുമാനപ്പെട്ട ജേക്കബച്ചന്റെ നിശ്ചയദാർഢ്യമാണ്. ഒരു കാര്യം വേണ്ട എന്ന് തീരുമാനിച്ചാൽ പിന്നെ അദ്ദേഹത്തെ ഇളക്കുവാൻ ആർക്കും ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് നന്മയ്ക്കായുള്ള നല്ല തീരുമാനങ്ങളിൽ അടിയുറച്ച് നിൽക്കുവാനും തിന്മയിലേക്ക് വീഴുവാനുള്ള സാഹചര്യങ്ങളെ മാറ്റി നിർത്തുവാനും അദ്ദേഹത്തിന് എന്നും സാധിച്ചിരുന്നത്. ആ ഒരു വലിയ നിശ്ചയദാർഢ്യം അദ്ദേഹത്തിന്റെ കർമ്മരംഗങ്ങളിലെല്ലാം നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിലുള്ള വലിയ വിശ്വാസമാണ് ഈ നിശ്ചയദാർഢ്യത്തിന് പിന്നിലുള്ളത് എന്നുള്ളത് ഒരുപക്ഷെ എല്ലാവരും തിരിച്ചറിയണമെന്നില്ല. എന്നാൽ ബഹുമാനപ്പെട്ട ജേക്കബച്ചനുമായിട്ട് ബന്ധപ്പെടുന്ന വ്യക്തികൾക്കറിയാം അദ്ദേഹത്തിന്റെ ആഴമായ വിശ്വാസം, പ്രാർത്ഥനയിലുള്ള അദ്ദേഹത്തിന്റെ ബോധ്യം, അദ്ദേഹത്തെ സന്ദർശിക്കാൻ വരുന്നവരെ പ്രാർത്ഥനയിലേക്ക്, ദൈവാനുഭവത്തിലേക്ക് നയിക്കുവാനുള്ള അദ്ദേഹത്തിന്റെ താല്പര്യം, ഇവയെല്ലാം ക്രൈസ്തവർ മാത്രമല്ല അക്രൈസ്തവർ പോലും ആദരവോടും അത്ഭുതത്തോടും കൂടി നോക്കിക്കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നത് എനിക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള നിശ്ചയദാർഢ്യത്തിലൂടെ, തന്നോട് തന്നെയുള്ള നിരന്തരമായ ആ ഒരു നല്ല തീരുമാനത്തിലൂടെ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, ഇടവകയുടെ വളർച്ചയ്ക്ക് വേണ്ടി, തനിക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൈവജനത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി തന്നെ സമർപ്പിച്ചുകൊണ്ടാണ്
ബച്ചൻ തന്റെ ശുശ്രൂഷ പൗരോഹിത്യം നിർവഹിച്ചിരുന്നത് എന്ന് വിവിധ ദേവാലയങ്ങളിൽ നിന്നും മറ്റു പ്രദേശങ്ങളിൽ നിന്നും ഇവിടെ എത്തിയിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയുവാൻ സാധിക്കും. സ്നേഹമുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, ജ്ഞാനായ സമുദായത്തെ അദ്ദേഹം വളരെയേറെ സ്നേഹിച്ചിരുന്നു. അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഹൃദയത്തിൽ ചേർത്ത് വെച്ച ഒരു വികാരമായിരുന്നു. മറ്റുള്ളവരോട് അത് പറയുന്നതിന് അദ്ദേഹത്തിന് യാതൊരു സങ്കോചവും ഉണ്ടായിരുന്നില്ല. എന്നാൽ എന്താണ് ജ്ഞാനായ സമുദായം, എന്തൊക്കെയാണ് നാം ശ്രദ്ധിക്കേണ്ടതെന്നും വളരെ വ്യക്തതയോടുകൂടി മനസ്സിലാക്കിയാണ് അദ്ദേഹം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ അനേകം യുവജനങ്ങളിൽ ശരിയായ ദിശയിൽ പകർന്നു കൊടുക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അത് കേവലം ഒരു വികാര പ്രകടനത്തിനപ്പുറം വിവേകപൂർണമായ നല്ല തീരുമാനങ്ങളുടെ പിൻബലത്തിലുള്ള ഒരു നിശ്ചയദാർഢ്യമായിരുന്നുവെന്ന് അദ്ദേഹവുമായി ബന്ധപ്പെടുന്ന അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. നമുക്കറിയാം, ഒഴുകൂരിൽ വെച്ച് നടത്തിയ KCYന്റെ ഐക്യം 2015 തീർച്ചയായും ആ ഒരു വലിയ സംരംഭത്തെ വിജയമാക്കുവാൻ ബഹുമാനപ്പെട്ട ജെ.കെ. ബച്ചൻ നൽകിയ സംഭാവന എത്ര വലുതായിരുന്നുവെന്ന് അതോട് ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാം. പ്രശ്നങ്ങളും പ്രയാസങ്ങളും ചില അവസരങ്ങളിൽ വെല്ലുവിളികളും ഉണ്ടാകുമ്പോഴും ശാന്തത കൈവിടാതെ ഉറച്ച മനസ്സോടെ ദൈവത്തിൽ ആശ്രയിച്ച് വലിയ സന്തോഷത്തോടും ആത്മവിശ്വാസത്തോടും കൂടി തന്നോടൊപ്പമുള്ളവരെ മുന്നോട്ട് നയിച്ചിരുന്ന ബഹുമാനപ്പെട്ട ജെ.കെ. ബച്ചൻ നമുക്ക് നൽകിയിരിക്കുന്ന വലിയ വലിയ മാതൃകകൾ എത്രയോ എണ്ണമാണ് എന്നുള്ളത് നമുക്ക് അനുസ്മരിക്കുവാൻ സാധിക്കും. തീർച്ചയായും അദ്ദേഹത്തിന്റെ ജീവിത മാതൃകയിൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെയും നാം ജീവിക്കുന്ന സമൂഹത്തിന്റെയും നമുക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ജനങ്ങളുടെയും കുടുംബങ്ങളുടെയും ഒക്കെ വളർച്ചയ്ക്ക് ഉതകുന്ന അനേക നന്മകൾ ഒപ്പിയെടുക്കുവാൻ സാധിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ബഹുമാനപ്പെട്ട ജെ.കെ. ബച്ചൻ രോഗാവസ്ഥയിലായിരുന്നപ്പോൾ പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ നൽകിയ ആ ഒരു വലിയ ഓർമ്മിക്കുകയാണ്. വാസ്തവത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തന്നെ സഹോദരങ്ങളുടെ കുടുംബാംഗങ്ങളും എല്ലാം അദ്ദേഹത്തിന് എപ്പോഴും ആനന്ദം പകരുന്നതായിരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളുടെ മക്കൾ വരുവാൻ വേണ്ടിയാണ് നാം ഇത്രയും ദിവസത്തേക്ക് ഈ മൃതസംസ്കാരം മാറ്റിവെക്കേണ്ടി വന്നത്. കഴിഞ്ഞ ഞായറാഴ്ച വെളുപ്പിനെ ഞങ്ങള് മെത്രാന്മാരുടെ സിനഡിൽ പങ്കെടുക്കുവാനായിട്ട് ഇരിങ്ങാലക്കുടയിൽ അസംബ്ലിയിലായിരിക്കുന്ന അവസരത്തിലാണ് 2:45 മണിക്ക് ഒഴുകൂരെ കൊച്ചച്ഛനെ വിളിച്ച് പറയുക പെട്ടെന്ന് കുറുപ്പിനകത്തിൽ മരിച്ചു. പെട്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ സാധിച്ചു. അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെ കുറിച്ച് അറിയാമായിരുന്നെങ്കിലും ഇപ്രകാരം അദ്ദേഹം പെട്ടെന്ന് വിട്ടുപോകുമെന്നുള്ള ഒരു ചിന്ത മനസ്സിൽ നിർത്തുവാൻ സാധിച്ചിരുന്നില്ല. എങ്കിൽ ഉടനെ ഞാൻ പറഞ്ഞു വെച്ചാൽ ഉടനെ മോർച്ചറിയിൽ വയ്ക്കണം, പിന്നീട് കാര്യങ്ങൾ തീരുമാനിക്കാം. ശേഷം വീട്ടുകാരുമൊക്കെ ആലോചിച്ചപ്പോൾ പലരും വരാനുണ്ട്. അതുകൊണ്ട് ഈ തിങ്കളാഴ്ചത്തേക്ക് നമ്മൾ ഈ മൃതസംസ്കാരം മാറ്റിവെക്കുകയാണ് ചെയ്തത്. പ്രിയമുള്ളവരെ, നമ്മോട് അന്ത്യയാത്ര പറയുന്ന ബഹുമാനപ്പെട്ട ജെ.കെ. ബച്ചന്റെ ആത്മശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഭൂമിയിൽ അദ്ദേഹം നമ്മെ വളരെയേറെ സ്നേഹിക്കുകയും നമുക്ക് വേണ്ടി, നമ്മുടെ അതിരൂപതയ്ക്ക് വേണ്ടിയും നമ്മുടെ സമുദായത്തിന് വേണ്ടിയും തന്റെ വിലപ്പെട്ട ജീവിതം അദ്ദേഹം നൽകുകയും ചെയ്തു. സ്വർഗത്തിലേക്ക് നിത്യസമ്മാനത്തിനായി പ്രവേശിക്കുന്ന ഈ വൈദികൻ ദൈവസന്നിധിയിൽ നിന്ന് നമുക്ക് വേണ്ടിയുള്ള കൃപകൾ, അനുഗ്രഹങ്ങൾ പ്രാപിച്ചു തരുവാനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മെ സ്നേഹിച്ച ഈ നല്ല വൈദികൻ തന്റെ സ്വർഗീയ ജീവിതത്തിലും നമുക്കായി ദൈവസന്നിധിയിൽ പ്രാർത്ഥനകൾ സമർപ്പിക്കട്ടെ. അദ്ദേഹത്തിന്റെ മാധ്യസ്ഥ്യം നമുക്ക് അനുഗ്രഹമായി പകരട്ടെ. ഞാൻ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം നമ്മിൽ നിന്ന് വേർപിരിയുമ്പോൾ നമ്മുടെ അതിരൂപതയിൽ ഉണ്ടായിട്ടുള്ള വിടവ് വളരെ വലുതാണ്. എങ്കിലും കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്റെ ജീവിതം നൽകിയ ബഹുമാനപ്പെട്ട ജെ.കെ. ബച്ചന് കർത്താവ് നിത്യസൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുവാൻ നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഞാൻ സൂചിപ്പിച്ചതുപോലെ നാം എല്ലാവരും ദുഃഖിതരാണ്. പരസ്പരം കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ആശ്വാസം നൽകുവാനും കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ഉയർത്തിലുള്ള പ്രത്യാശ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ദുഃഖത്തെ
ചെയ്യുവാൻ സഹായകമാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ലവനായ പുരോഹിതന് തന്റെ വാഗ്ദാന പ്രകാരം നിത്യപുരോഹിതനായ ഈശോ സ്വർഗീയ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിന്റെ ദൈവപൗരോഹിത്യം ഇനിയും സ്വർഗത്തിൽ നിന്ന് നമുക്ക് അനുഗ്രഹങ്ങളുടെ വലിയ ഒരു ഉറവിടമായി മാറട്ടെ. ദൈവത്തിന്റെ കൈകളിലേക്ക് അദ്ദേഹത്തെ സമർപ്പിച്ചുകൊണ്ട് നമ്മെ അനുസ്മരിക്കണമേ എന്ന് അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിശുദ്ധ കുർബാനയിൽ നമുക്ക് പങ്കുചേരാൻ ദൈവകൃപകൾക്കായിട്ട് അപേക്ഷിക്കുകയും ചെയ്യും. നമുക്കെല്ലാവർക്കും കരുതാവുന്ന ഭക്തിയുടെ മുകളിൽ നിന്ന് ഈ വൈദികന്റെ ആത്മാവിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. രക്ഷകരമായ കുരിശുമരണത്താൽ മനുഷ്യവർഗത്തെ വീണ്ടെടുത്ത മിശിഹായെ അങ്ങയുടെ തിരുശരീരങ്ങൾ വിലയിരുത്തുകയും അവയായി പോഷിപ്പിക്കപ്പെടുകയും ചെയ്ത ഈ വൈദികന്റെ ആത്മാവിന് നിത്യാനന്ദം നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകബന്ധങ്ങളെല്ലാം പരിത്യജിച്ച് അങ്ങേ അനുഗമിച്ച ഈ വൈദികനെ അനന്തമായ സ്വർഗരാജ്യത്തിൽ അങ്ങയുടെ നിത്യസഹചാരിയാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തന്നെ കുരിശ് വഹിച്ചുകൊണ്ട് അങ്ങയുടെ പിന്നാലെ വരികയും വൈദിക ജീവിതത്തിന്റെ ചുമതലകൾ വിശ്വസ്തയോടെ നിർവഹിക്കുകയും ചെയ്ത ഈ ആളിന് നിത്യശ്വാസം നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദരിദ്രരെ സഹായിക്കുകയും രോഗികളെ ആശ്വസിപ്പിക്കുകയും പരദേശികളെ സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് പരസ്നേഹത്തിന്റെ കൽപ്പന പ്രായോഗികമാക്കിയ ഈ വൈദികനെ അങ്ങ് ലോകാരംഭം മുതൽ സിദ്ധമാക്കി വെച്ചിരിക്കുന്ന നിത്യാനന്ദത്തിന് അവകാശിയാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വരേതനായ ഈ വൈദികനിൽ നിന്ന് വിശുദ്ധ കൂദാശകൾ സ്വീകരിക്കുകയും വിദേഹത്തിന്റെ സേവന ഫലങ്ങൾ അനുഭവിക്കുകയും ചെയ്തിട്ടുള്ളവർ വിനയപൂർവ്വം സമർപ്പിക്കുന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ കാരുണ്യപൂർവ്വം സ്വീകരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിസ്സാരകാര്യങ്ങളിൽ വിശ്വസ്തരായിരിക്കുന്ന ഇദ്ദേഹത്തെ വലിയ കാര്യങ്ങൾ പരിഗണിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബുദ്ധിമതികളായ കനികമാരെ പോലെ വിളക്കുകൊളുത്തി കാത്തിരിക്കുന്ന ഈ ആത്മാവിനെ സ്വർഗീയ മണവറയിലേക്ക് സ്വീകരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദേവാലയങ്ങളിലെല്ലാം സാക്ഷിയായിരുന്ന ഇദ്ദേഹത്തിന്റെ കണ്ണുകൾ സ്വർഗത്തിന്റെ മനോഹാരിത കാണുവാൻ ഇടയാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തിൽ വെച്ച് ദിവ്യകീർത്തനങ്ങൾ പാടി അങ്ങേ പ്രീതിപ്പെടുത്തിയ ഇദ്ദേഹത്തിന്റെ നാവുകൾ സ്വർഗത്തിൽ വെച്ച് നിത്യകീർത്തനങ്ങൾ പാടി അങ്ങേ പ്രകീർത്തിക്കുവാൻ ഇടയാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭാരതീയ ചുമതലകളുടെ നിർവഹണത്തിൽ ഇദ്ദേഹത്തിന് വന്നുപോയിട്ടുള്ള കുറ്റങ്ങളും കുറവുകളും ദാക്ഷിണ്യപൂർവ്വം ക്ഷമിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കാരുണ്യവാനും മനുഷ്യവർഗത്തിന്റെ രക്ഷകരമായ കർത്താവേ, അഭേദ്യമായ അങ്ങയുടെ കൽപ്പനയനുസരിച്ച് ലോകത്തിൽ നിന്ന് വേർപിരിച്ചിരിക്കുന്ന ബഹുമാനപ്പെട്ട പുരുഷനെ അനുഗ്രഹിക്കണമേ. വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും ഇദ്ദേഹം ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെല്ലാം പുറത്ത് വിശുദ്ധരുടെ സമൂഹത്തിലേക്ക് ഇദ്ദേഹത്തെ പ്രവേശിപ്പിക്കുകയും ചെയ്യണമേ. Thank you.
ഞങ്ങൾ വിശ്വസിക്കുന്നു
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകരുടെയും ബ്രഹ്മചാരികളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ അനുസരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തിൽ മരിച്ച് ഈ ലോകവിരുദ്ധമായ എല്ലാവരെയും അനുസ്മരിക്കുകയും മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിന്റെ രക്ഷയ്ക്കും സ്വർഗ്ഗരാജ്യത്തിൽ എത്തിച്ചുവെന്ന് കാരണമാകട്ടെ. എന്റെ സഹോദരനെ കുർബാനയുടെ കാര്യങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാത്മകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, മിശിഹായുടെ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടെ വിശുദ്ധിയോടുകൂടെ കർത്താവിന്റെ നന്ദികളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നീങ്ങി ഇവിടെ അനുഷ്ഠിക്കപ്പെട്ടവരെ സൂക്ഷിച്ച് വീക്ഷിക്കുകയും വൈവിധ്യമായ രഹസ്യങ്ങൾ ഉദാഹരണം ചെയ്യുന്നതോ പുരോഹിതന്റെ മാർച്ച വഴി സമാധാനം സമർത്ഥമാക്കുന്ന വഴി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരണ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശ്ചിതരായി ഏകാഗ്രതയോടെ ഭക്തിയോടെ കൂടെ നിങ്ങളുടെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മളുടെ മിശിഹാകർത്താവിൻ ദൈവപിതാവിൻ സ്നേഹവും റൂഹാതൻ സഹവാസവും നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അഖിലജരാജകർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകത്തെയും അതിലുള്ള സകലത്തെയും ജനങ്ങളോട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലഹവാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരൂപികളുമായ ഗോപന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങയെ ഒന്നായി ഉച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും നിറയുന്നു
സ്വീകരിക്കണമേ.
തിരുസന്നിധിയിൽ സമൃദ്ധി കണ്ടെത്തി നീതിമാന്മാരും വിശുദ്ധമായ പിതാക്കന്മാരുടെയും ഭാവന സ്മരണം അങ്ങേ അവർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്ന് അങ്ങയുടെ പ്രിയപുത്രനായ ഈശോമിശിഹായെ നയിച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ത്രീകന്മാർ, സാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസയുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥൻ രക്ഷകരമായ ഈശോമിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും കാലത്തിൻ്റെയും മഹനീയവും ഭയത്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശിതരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനത്തോടുകൂടെ ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് ഞങ്ങളുടെ പുത്രയ്ക്കും പാവങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർത്തലുള്ള വലിയ പ്രത്യാശിക്കും പിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും വന്നിച്ച് സ്വർഗ്ഗരാജ്യത്തിൽ നാമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും സ്നേഹവുമായ ശാപത്തെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ മൂന്നെടുത്തതാൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷകര പ്രത്യാശയുമായി ഞങ്ങൾ അങ്ങേക്ക് പ്രതിജ്ഞ സ്തുതിയും ബഹുമതിയും സ്തോത്രം കീർത്തനവും നാദായങ്ങളണിക്കുന്നു ഇപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയതോന്നണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുഗ്രഹവും പരിശുദ്ധവും ജീവദായകവും ദൈവവുമായ വിഷയങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ എത്തിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ഈശോമിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, വ്യക്തിതാ പാപമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ സ്ഥിതിയുടെ രഹസ്യങ്ങളെ നമുക്ക് അദ്ദേഹത്തിനോടെ സമർപ്പിക്കാം. അനുദാനത്തിൽ നടക്കുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് വിരുദ്ധരുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകളെ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിലെ നാഥനായ
യോജിപ്പെടും ഐക്യപ്പെടും ദിവസങ്ങളിൽ പങ്കുകൊള്ള ആത്മകഥ രക്ഷിക്കാരനാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. മഹോന്നതമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല ശത്രുക്കളെ സ്തുതിക്കുവാൻ നിങ്ങളുടെ അഗ്രഹങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിലെ കൂടെ നിർമ്മല ഹൃദയനും പ്രസന്നവദനും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും അങ്ങയെ വിളിച്ച് പ്രകാരപേക്ഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടപ്പാടുകളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നുള്ള സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. ജീവിക്കുന്നതിനെ നിങ്ങൾ പ്രകീർത്തിക്കവേ. കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. കുർബാന സ്വീകരണത്തിന്റെ ക്രമീകരണം അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട വൈദിക അതാത് സ്ഥലങ്ങളിൽ തന്നെ നിന്നാൽ മതി. കുർബാന അവിടെ എത്തിക്കുന്നതായിരിക്കും. ദേവാലയത്തിലുള്ള ഉള്ളിൽ 4 വൈദികരെ കുർബാന നൽകുന്നതാണ്. നിങ്ങളും അതാത് സ്ഥലങ്ങളിൽ തന്നെ നിന്നാൽ മതിയാവും. പന്തലിൽ 5 വൈദികർ കുർബാന നൽകുന്നതിനായിട്ട് കടന്നു വരുന്നതാണ്. അതുകൊണ്ട് അവിടെയുള്ളവർ യഥാസ്ഥാനങ്ങളിൽ മാത്രം ഇരുന്നാൽ മതിയാവും. കുർബാന നിങ്ങൾക്ക് അവിടെ സ്വീകരിക്കാൻ സാധിക്കുന്നതാണ് എന്ന കാര്യം അറിയിക്കുന്നു. മരത്തിൽ നിന്നുള്ള ഫലം കലാലയങ്ങളെ വഴിത്തുറന്നുവെങ്കിൽ നമ്മുടെ വംശത്തിലെ പ്രത്യാശയായ നമുക്ക് സ്വർഗത്തിലേക്കുള്ള വഴിത്തുറന്നു വന്നു. രക്ഷാകേന്ദ്രം സ്വരം കേട്ട് മരിച്ചവർ ജീവിക്കുകയും അവർ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നു. സഹോദരനെ വരുവിൻ, മിശിഹായുടെ വിശുദ്ധീകരണങ്ങൾ സ്വീകരിച്ച് മരിച്ചവരുടെ ഉയർത്തൽ നമ്മൾ പ്രഘോഷിക്കാം.
ഏറ്റവും സ്നേഹം നിറഞ്ഞ കുടുംബാംഗങ്ങളെ, സഹോദരി സഹോദരന്മാരെ, മാതാപിതാക്കളെ, കുടുംബാംഗങ്ങളുടെ പേരിൽ ഒരു വാക്ക് നന്ദി പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. പറന്നടന്നാലും പറിച്ചെടുത്താലും മറന്നിടാനാവുമോ നിൻ തേജോമുഖം? നീ തന്ന സ്നേഹവും നിൻ ദിവ്യ ചിന്തയും ഞങ്ങളുടെ ഹൃദയത്തിൽ നിറദീപമാകട്ടെ. പ്രാർത്ഥനാപൂർവം ഈ ആരാധനാ സമൂഹം ഏറ്റവും സ്നേഹം നിറഞ്ഞ കുറുപ്പനകത്ത് ജയിക്കപ്പച്ചന് അന്ത്യാഞ്ജലികൾ അർപ്പിക്കുന്നു. നെല്ലൂർ ഇടപെടാങ്ങളെ സംബന്ധിച്ചിടത്തോളം ദുഃഖവും അതിലേറെ ഞെട്ടലുണ്ടാക്കുന്നതുമായിരുന്നു അച്ഛൻ്റെ നിയോഗം. അന്നു മുതൽ ഇന്ന് വരെ ഇടപെടാങ്ങൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിച്ച ഈ ഒരു ദിവസം ദൈവോചിതമാക്കി തീർക്കുവാനായി ഒരുങ്ങുകയായി. കഴിഞ്ഞ ദിവസം വരെ മഴയുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആകുലതകളും ആശങ്കകളും ഉണ്ടായിരുന്നു. ഏതാണ്ട് 800ഓളം വാഹനങ്ങൾ കൂട്ടങ്ങളാണ്. അതനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ചെയ്യണമെങ്കിൽ ഇവിടുത്തെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ നിമിത്തം പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ 2-3 ദിവസമായി ദൈവം മഴ മാറ്റി തന്ന് ഏറെ അനുകൂലമായ രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിന് വേണ്ടി സഹായിച്ചു എന്നതിൽ സംശയമില്ല. ദൈവസന്നിധിയിൽ ഇടവക സമൂഹത്തിന്റെ കൃതജ്ഞത പൊതുവായി അറിയിക്കുകയാണ്. അഭിമന്യ മൂലക്കാട് പിതാവാണ് ഈ തിരുക്കർമ്മങ്ങളുടെ അവസാന ഭാഗത്തിന് മുഖ്യകാർമ്മികത്വം വഹിക്കുന്നത്. അഭിമന്യ പിതാവ് അതിരൂപതയുടെ അധ്യക്ഷനായെങ്കിൽ ജയിക്കപ്പച്ചൻ പിതാവിന്റെ വികാരിയാണ്. അത്രമാത്രം ഒരു ആത്മീയ ബന്ധം ഇവർ തമ്മിലുണ്ട് എന്നതിന് യാതൊരു സംശയമില്ല. തീർച്ചയായും ആ വികാരങ്ങൾ മനസ്സിൽ ഒതുക്കിക്കൊണ്ട് തന്നെയാണ് പിതാവ് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നത്. അഭിമന്യ പിതാവിന് കുടുംബങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പേരിൽ ഇവിടെ ആയിരിക്കുന്ന ഏവരുടെയും പേരിൽ ഏറെ ഹൃദ്യമായി നന്ദി അറിയിക്കുകയാണ്. പട്ടാശ്ശേരി പിതാവ് രാവിലെ 10:30 ഭവനത്തിലുള്ള തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ഈ കർമ്മങ്ങളിൽ സഹകാർമ്മികനായി പിതാവിനോടൊപ്പമുണ്ട്. തീർച്ചയായും അച്ഛൻ്റെ സാന്നിധ്യം, പിതാവിൻ്റെ സാന്നിധ്യം കുടുംബാംഗങ്ങൾക്ക് ഞങ്ങൾ ഓരോരുത്തർക്കും ഏറെ ആശ്വാസം പകരുന്നു. കുടുംബത്തെ കുടുംബാംഗങ്ങളുടെയും ഇവിടെ ആയിരിക്കുന്ന ഏവരുടെയും പേരിൽ പണ്ടാശ്ശേരി പിതാവിന് പ്രാർത്ഥനാപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. തൻ്റെ ക്ഷീണത്തിൽ ഏറെ ക്ഷീണനായിരുന്നു ഉപദേശിക്കാവ് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ക്ലരീഷ്യൻ സഭയിൽ നിന്ന് അതിരൂപതയിലേക്ക് കൊണ്ടുവന്ന് പട്ടം നൽകി തൻ്റെ സ്വന്തം പുത്രനെ പോലെ വളർത്തി. ഇവിടെ അച്ഛൻ്റെ സിൽവർ ജൂബിലി ആഘോഷവേളയിൽ കടന്നു വന്ന് അച്ഛന് അഭിനന്ദനങ്ങൾ അർപ്പിച്ചു. അച്ഛനെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഉദയശ്ശേരി പിതാവ് എന്നതിൽ സംശയമില്ല. പിതാവിൻ്റെ ഏറെ ക്ഷീണം ഉള്ള ഈ അവസ്ഥയിൽ, ശാരീരിക അവസ്ഥയിൽ ഇവിടെ വന്ന് അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചതിന് വേണ്ടി കുടുംബാംഗങ്ങളുടെ ഏവരുടെയും പേരിൽ പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. വിദ്യാർത്ഥികളാണ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തോടൊപ്പമുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട അരമനയിൽ നിന്നുമുള്ള ഒക്കെയുള്ള വൈദികർ അച്ഛൻ്റെ മരണശേഷം ഇന്ന് വരെയുള്ള എല്ലാ കാര്യങ്ങളിലും അവരുടെ ചിന്തയും ഉപദേശവും നിർദ്ദേശവും ഉണ്ടായിരുന്നു എന്നതിൽ യാതൊരു സംശയമില്ല. അത്രമാത്രം ആത്മാർത്ഥതയോടുകൂടിയാണ് ഈ മതസംസ്കാര ശുശ്രൂഷകൾ ഭംഗിയാക്കുന്നതിന് വേണ്ടി എനിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിരുന്നത്, എന്നെ ഉപദേശിച്ചിരുന്നത്. സഹോദര വൈദികരുടെ ഈ പിന്തുണയാണ് ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ആത്മധൈര്യം നൽകിയത്. അവർക്ക് പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. ഏറെ വൈദികരുടെ സാന്നിധ്യം ഇത് മാത്രം മതി കുറുപ്പിനകത്ത് കോട്ടയം അതിരൂപതയിലും പുറത്തും ആരായിരുന്നു എന്ന് തെളിയിക്കുക. അത്രമാത്രം ആത്മാർത്ഥതയോടുകൂടെ നിറഞ്ഞ ഒരു സാന്നിധ്യമാണ് വൈദികർ നൽകുന്നത്. തീർച്ചയായും ഈ വൈദികരുടെ സാന്നിധ്യം കുടുംബാംഗങ്ങൾക്ക് ആശ്വാസമാണ് എന്നതിൽ സംശയമില്ല. സ്വന്തം സഹോദരൻ
നഷ്ടപ്പെടുന്നു എങ്കിൽ തന്നെ ഇത്രയും വൈദികരുടെ സ്നേഹം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നല്ലോ എന്നുള്ള വലിയ തിരിച്ചറിവ് അവർക്ക് വലിയ ആശ്വാസമായി തീരുകയാണ്. നിങ്ങളുടെ വലിയ സാന്നിധ്യത്തിന്, വിലയേറിയ സാന്നിധ്യത്തിന് കുടുംബാംഗങ്ങളുടെ പേരിൽ പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. നമുക്ക് ഏവർക്കും അറിയാം, അച്ഛൻ മിഷണറി സൊസൈറ്റി ഓഫ് ക്രൈസ്റ്റിലെ അംഗമാണ്. അച്ഛൻ്റെ ഓരോ നീക്കത്തിലും അവർ നിഴൽ പോലെ ഉണ്ടായിരുന്നു. എപ്പോഴും ഉപദേശമായും സ്നേഹമായും നിർദ്ദേശമൊക്കെയായി അച്ഛനോട് കൂടെ ഉണ്ടായിരുന്നു. തീർച്ചയായും തങ്ങളുടെ സമൂഹത്തിൽ നിന്ന് ഒരു സഹോദരൻ വേർപിരിയുമ്പോൾ അതിൻ്റെ നൊമ്പരം തീർച്ചയായും ഈ സൊസൈറ്റിക്കുണ്ട് എന്നതിൽ സംശയമില്ല. അവർക്ക് കുടുംബാംഗങ്ങളുടെ ഇവിടെയായിരിക്കുന്ന ഏവരുടെയും പേരിൽ അനുശോചനം അറിയിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ നൽകിയ വലിയ കരുത്തിന്, അച്ഛൻ്റെ ജീവിതത്തിൽ നൽകിയ വലിയ കരുത്തിന്, ഒപ്പം നിങ്ങളുടെ നിർദ്ദേശങ്ങൾക്കും സജീവ സാന്നിധ്യത്തിനും പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് വലിയ സാന്നിധ്യമാണ് ഇവിടെയുള്ളത്. ഞാൻ പ്രത്യേകമായി എടുത്ത് പറയുന്നില്ല, കാരണം ഇവിടെയുള്ള സിസ്റ്റേഴ്സ് അവരെ സഹായിക്കാനായി ഈ പൂക്കൾ വയ്ക്കാൻ മറ്റ് ക്രമീകരണങ്ങൾ ചെയ്യാനായിട്ട് ഉറക്കം പോലും ഇല്ലാതെ ഈ ദിവസങ്ങളിൽ സജീവമായിട്ട് സിസ്റ്റേഴ്സ് കൂടി ഉണ്ടായിരുന്നു. തീർച്ചയായും അവർ നിങ്ങളുടെ ഓരോരുത്തരുടെയും സാന്നിധ്യം ഈ ഇടവകയുടെ ശക്തിയാണ്. തീർച്ചയായും അതുതന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ ധൈര്യം നൽകിയത്. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ കുടുംബത്തിന്റെ പേരിൽ പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾ മോടിയാകുന്നതിന് വേണ്ടി സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഗായക സംഘത്തിന് ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, എല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. അച്ഛൻ സേവനം ചെയ്ത വിവിധ ഇടപെടലുകളിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുള്ളവർ ഒളശ, താമരക്കാട്, കൈപ്പുഴ അസിസ്റ്റന്റ് ആയിരുന്നു, തെല്ലിത്തോട്, പൂതാളി, ചുള്ളിക്കര, വിതുര, ഒടയച്ചാൽ, പുന്നത്തുറ, സംക്രാന്തി, കരികുന്നം, പിറവം, നീണ്ടൂർ, ഒഴുപ്പ്. നീണ്ടൂരിനെ ഞാൻ പ്രത്യേകം അച്ഛനിവിടെ വികാരിയായിരുന്നതുകൊണ്ട് മെൻഷൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ ഇടപാടുകളിൽ നിന്നും അച്ഛനോടുള്ള സ്നേഹത്തിന്റെ പ്രതിനിധാനമായി ആളുകൾ എത്തിയിട്ടുണ്ട്. മലബാറിൽ നിന്ന് വന്നവർ രാവിലെ അടുക്കൽ വന്നിരുന്നു. അവരുടെ ആ സ്നേഹമൊക്കെ കാണുമ്പോൾ ഹൈറേഞ്ചിൽ നിന്നും തെളിത്തോടിൽ നിന്നും വന്നിട്ടുണ്ട്. ഇങ്ങനെ എല്ലാവരും, അതായത് അച്ഛൻ സ്നേഹിച്ചു എന്നതിനേക്കാൾ ഉപരിയായി അച്ഛന്റെ സ്നേഹം ഇന്ന് പച്ചപ്പായി എല്ലാവരുടെയും ഹൃദയത്തിൽ നിലകൊള്ളുന്നു എന്നതാണ് ഇതുകൊണ്ട് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതിന് നേതൃത്വം കൊടുത്ത് ഇവിടെ എത്തിച്ച വൈദികർക്കും എത്തിച്ചേർന്ന ഏവർക്കും പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. ഉഴവൂർ ഇടപെടാംഗങ്ങളോട് പ്രത്യേകമായ ഒരു നന്ദി അറിയിക്കേണ്ട കടമ എനിക്കുണ്ട്. കാരണം അവിടെ വിജ്ഞാനികളായിരുന്ന അവസരത്തിലാണ് അച്ഛൻ പെട്ടെന്ന് അല്ലെങ്കിൽ ആകസ്മികമായി മരണപ്പെടുന്നത്. തീർച്ചയായും ഓരോ കാര്യങ്ങളും ചിട്ടയായി നിർവഹിക്കുന്നതിന് വേണ്ടി വൈദികരോട് ചേർന്ന് ഇടവക സമൂഹം ഒറ്റക്കെട്ടായി നിന്നു എന്നുള്ളത് ഇന്നലെ ഞങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിച്ച ഒരു കാര്യം. മോനിപ്പള്ളിയിൽ നിന്ന് മൃതശരീരം ഒഴുവൂരെത്തിച്ച് അവിടെ അഭയോപചാരം അർപ്പിക്കുവാനായി തിങ്ങിക്കൂടിയ ജനം മാത്രം മതി ഒഴുവൂരുകാര് എത്രത്തോളം അച്ഛനെ സ്നേഹിക്കുന്നു എന്ന് തിരിച്ചറിയാം. നിങ്ങളുടെ അച്ഛനെ ഇന്നും ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾ കാണിച്ച വലിയ സ്നേഹപ്രകടനത്തിന് കുടുംബനകത്ത് കുടുംബങ്ങളുടെ പേരിൽ പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. അച്ഛൻ്റെ രോഗാവസ്ഥയിൽ വിവിധങ്ങളായ ആശുപത്രികളിലെ ചികിത്സ അദ്ദേഹത്തിന് നേടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അവിടെ അദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടേഴ്സ്, അവരെ അസിസ്റ്റ് ചെയ്തിട്ടുള്ള നഴ്സസ്, ഇവർക്കെല്ലാവർക്കും കുടുംബാംഗങ്ങളുടെ പേരിലുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഒരു വ്യക്തിയുടെ മാത്രം പേര് എടുത്ത് ഞാൻ പറയുവാൻ താല്പര്യപ്പെടുകയാണ്. കാരണം ഞങ്ങൾ തമ്മിലുള്ള സംസാരത്തിൻ്റെ പലപ്പോഴും ദൈവ തുല്യായി കണ്ടുകൊണ്ട് ഈ ഒരു ഡോക്ടറുടെ പേര് അച്ഛൻ ആവർത്തിക്കുമായിരുന്നു, ഡോക്ടർ മഞ്ജു. അച്ഛൻ്റെ ജീവിതത്തിൽ ഒരു വലിയ പ്രതീക്ഷ അവർ നൽകിയിരുന്നു. അവരുടെ ഉപദേശം തീർച്ചയായും അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഒരു ശക്തിയായിരുന്നു. പ്രത്യേകമായും ഡോക്ടർ മഞ്ജുയുടെ കുടുംബാംഗങ്ങളുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. അച്ഛൻ്റെ മതസംസ്കാര ശുശ്രൂഷകൾ ഏറ്റവും ഭംഗിയായി തീർക്കണമെന്നുള്ള ഒരു നിശ്ചയദാർഢ്യം നീണ്ടൂറിന് ഇടപെടാംഗങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നത് സത്യമാണ്. കഴിഞ്ഞ 7-8 ദിവസമായി രൂപീകരിച്ച കമ്മിറ്റികൾ തുടർച്ചയായി രാവിലെ വൈകുന്നേരം ഓരോ കാര്യങ്ങൾക്കും വേണ്ടി മീറ്റിങ്ങുകൾ കൂടി ഏറ്റവും ചിട്ടയായി കാര്യങ്ങൾ നിർവഹിക്കുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയമില്ല. ഞാനൊരു കമ്മിറ്റിയെ പ്രത്യേകം എടുത്ത് പറയുന്നില്ല. പക്ഷേ നിങ്ങളുടെ ആ ഒരു സർവനസ്,
അതാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ശക്തി നൽകിയത്. എനിക്കറിയാം എൻ്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ചടങ്ങല്ല. പക്ഷേ ഇടവകാലങ്ങൾ ശക്തിയായി നിന്നപ്പോൾ അവരോട് ചേർന്ന് നിൽക്കേണ്ട ഒരു ഉത്തരവാദിത്വം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ 100% അപ്പുറത്ത് നിറവേറ്റുവാനായി ഓരോരുത്തരും അധ്വാനം ചെയ്തു എന്നതിൽ യാതൊരു സംശയവുമില്ല. ഭക്ഷണം കഴിക്കാതെ, വെള്ളം പോലും, ജലപാനി പോലും എടുക്കാതെ ഉറക്കമൊഴിച്ച് ഈ ദിവസങ്ങളിലെല്ലാവരും വളരെ സജീവമായി കാര്യങ്ങൾ ഭംഗിയാക്കുന്നതിന് വേണ്ടി ശ്രദ്ധിച്ചു ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർക്കും പ്രത്യേകമായി കുടുംബാംഗങ്ങളുടെ പേരിലുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. 1-2 നിർദ്ദേശങ്ങൾ മാത്രം ഞാൻ വയ്ക്കുകയാണ്. കുർബാനയ്ക്ക് ശേഷം ബഹുമാനപ്പെട്ട വൈദികർ നിങ്ങൾ ഇരിക്കുന്ന കസേരയുടെ കീഴിൽ ഒരു പ്ലാസ്റ്റിക് കൂട് ഇട്ടിട്ടുണ്ട്. അതിൽ നിങ്ങളുടെ തിരുവസ്ത്രങ്ങൾ അടിച്ച് അതിൽ വയ്ക്കണം എന്ന് പ്രത്യേകമായിട്ട് താല്പര്യപ്പെടുകയാണ്. ഊറാറെ പിടിക്കുന്ന വൈദികർ അത് കസേരയിൽ തന്നെ വെച്ചാൽ മതി. ബാക്കി ഉള്ള കാപ്പി പിടിക്കുന്ന എല്ലാ വൈദികരും അതിൽ വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ മൃതസംസ്കാര ശുശ്രൂഷയുടെ അവസാന കർമ്മങ്ങൾ ഇവിടെ നിന്നുള്ള പ്രാർത്ഥനകൾക്ക് ശേഷം വോട്ടിനടുത്തുള്ള സ്റ്റാൻഡിൽ കൊണ്ടുപോയി വച്ചിട്ടായിരിക്കും ബാക്കി തിരുക്കർമ്മങ്ങൾ നടത്തുക. കാരണം അച്ഛനെ സംസ്കരിക്കുന്നത് പഴയ പള്ളിയിലെ കല്ലറയിലാണ് എങ്കിൽ തന്നെ അതിനകത്ത് വളരെ പരിമിതമായ സൗകര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പൊതുവായിട്ട് ഇവിടെ വെച്ചായിരിക്കും പ്രാർത്ഥനകൾ നടത്തുക. പ്രാർത്ഥനകൾക്ക് ശേഷം ബഹുമാനപ്പെട്ട വൈദികർ തങ്ങളുടെ സഹോദര വൈദികന് അന്ത്യോപചാരം അർപ്പിക്കുന്നതാണ്. അതിനുശേഷം കുടുംബത്തിലെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ മാത്രം അച്ഛന് അന്ത്യോപചാരം അർപ്പിക്കുക. അതേ തുടർന്ന് അന്ത്യചുമരം നൽകി പെട്ടി അടയ്ക്കുന്നതാണ്. തുടർന്ന് പഴയ പള്ളിയിലെ കല്ലറയിൽ മൃതദേഹം ഇറക്കി വെച്ച ശേഷമായിരിക്കും പൊതുവായി അച്ഛന് അന്ത്യോപചാരം അർപ്പിക്കുവാനായിട്ടുള്ള സൗകര്യം ഉണ്ടാവുക എന്ന കാര്യം പ്രത്യേകം അറിയിക്കുകയാണ്. വളരെ പരിമിതമായ സൗകര്യങ്ങളെ ഉള്ളൂ. തിരക്ക് കൂട്ടാതെ ലൈനായിട്ട് വന്ന് ഇരുവശങ്ങളിലുമുള്ള അന്ത്യോപചാരം അർപ്പിച്ച് ഇരുവശങ്ങളിലുമുള്ള കഥകളിലൂടെ കടന്നുപോയാൽ മാത്രമേ കാര്യങ്ങൾ ഭംഗിയാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് വോളണ്ടിയേഴ്സിന്റെ നിർദ്ദേശത്തിൽ കാത്തു നിൽക്കാതെ വളരെ അച്ചടക്കത്തോടെ നമ്മുടെ ജീവിതത്തിനോടുള്ള സ്നേഹവും ആദരവും പ്രകടിപ്പിക്കുന്നതായി കണ്ടുകൊണ്ട് നിങ്ങൾ സഹകരിക്കണം എന്ന കാര്യം പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. വീട്ടുകാരുടെ ഏവർക്കുമായിട്ട് കാപ്പി ക്രമീകരിച്ചിട്ടുണ്ട്. ആ ക്രമീകരണ കാര്യം കൂടി ഞാൻ അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട വൈദികർക്കും സിസ്റ്റേഴ്സിനും ഓഡിറ്റോറിയത്തിലാണ് കാപ്പി ക്രമീകരിച്ചിരിക്കുന്നത്. പള്ളിയുടെ വശത്തിലിരിക്കുന്ന പന്തലിൽ ഇരിക്കുന്നവർ യഥാസ്ഥാനങ്ങളിൽ തന്നെ ഇരുന്നാൽ മതി. നിങ്ങൾക്ക് ഇരിപ്പിടത്തിൽ തന്നെ കാപ്പി കൊണ്ടെത്തിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ നോക്കിയേണ്ട കാര്യമില്ല. മൃതസംസ്കാര ശുശ്രൂഷയിൽ സംബന്ധിക്കുവാനായി വോട്ടിന്റെ സൈഡിലേക്ക് വരുന്നവർക്ക് വേണ്ടി ഓഡിറ്റോറിയത്തിന്റെ വരാന്തയിൽ 3 കൗണ്ടറുകളിലായിട്ടും കാപ്പി ക്രമീകരിക്കുന്നതാണ്. അവിടെ വന്ന് കാപ്പി സ്വീകരിച്ചിട്ട് പോകാമോ. കാപ്പി സ്വീകരിക്കുന്നത് കുടുംബാംഗങ്ങളോടുള്ള നിങ്ങളുടെ ഒരു സ്നേഹ പ്രകടനം കൂടിയായി കണ്ടുകൊണ്ട് വേണം കാപ്പി സ്വീകരിക്കാൻ. അതുകൊണ്ട് കാപ്പി സ്വീകരിക്കാതെ ആരും പോകരുത് എന്ന കാര്യവും പ്രത്യേകം അറിയിക്കുകയാണ്. തിരുക്കർമ്മങ്ങൾക്ക് എല്ലാം ശേഷം വാഹനങ്ങളിൽ വന്നിരിക്കുന്നവരെ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക. വോളണ്ടിയേഴ്സിന്റെ നിർദ്ദേശം പൂർണ്ണമായിട്ടും പാലിക്കണം. കാരണം ഇടുങ്ങിയ വഴിയാണ്. മാത്രവുമല്ല വശങ്ങളിൽ പൈപ്പിടാനായിട്ട് കുഴിയെടുത്തിട്ടുണ്ട്. അത് ഈ ദിവസങ്ങളിലാണ് മൂടിയത്. അതിലേക്ക് ടയർ പോലെ മലിതാകുന്നു. അതുകൊണ്ട് വോളണ്ടിയേഴ്സിന്റെ നിർദ്ദേശം പൂർണ്ണമായിട്ടും സ്വീകരിക്കുക. ഒപ്പം കാപ്പി കുടിച്ച ശേഷം നടന്നു പോകുന്നവർ പ്രധാന വഴിയിൽ എത്തിയ ശേഷം ഇവിടെ വാഹനങ്ങളിൽ പോവുക. അതായത് ഒരു 15 മിനിറ്റിന് ശേഷമേ ഇവിടെ വാഹനങ്ങൾ എടുക്കാവൂ എന്ന കാര്യം പ്രത്യേകം അറിയിക്കുന്നു. കാരണം ഇരുവശങ്ങളിലൂടെ ആളുകൾ പോകുമ്പോഴേക്കും വാഹനം കൊണ്ടുപോകുവാനായിട്ടുള്ള സൗകര്യം കുറവുണ്ട്. അതുകൊണ്ട് ഈ കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. തിരുക്കർമ്മങ്ങൾക്കെല്ലാം ശേഷം പന്തലില് നീളൂർ KCYL അംഗങ്ങൾ അച്ഛന് ഒരു ട്രിബ്യൂട്ട് എന്ന രീതിയിൽ 12 മിനിറ്റ് നീളുന്ന ഒരു ഡോക്യുമെന്ററി തയ്യാറാക്കിയിട്ടുണ്ട്. വളരെ വൈകാരികമായിട്ടുള്ള അച്ഛൻ്റെ ജീവിതത്തിലെ സംഭവങ്ങളെല്ലാം ഒപ്പിയെടുത്തുകൊണ്ട് അത് കാണുന്നതിനുള്ള സൗകര്യവും LED ബോർഡിൽ ഉണ്ടായിരിക്കുന്നതാണ്. അതുകൂടി കാണുവാൻ ഏവരും ശ്രദ്ധിക്കുക. ഞാൻ ആരുടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് നമ്മുടെ എല്ലാവരുടെയും കൂടിയുള്ള ഒരു കാര്യമായി കണ്ടുകൊണ്ട് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിച്ചുകൊണ്ട് ഇതിലെല്ലാം ആത്മാർത്ഥമായി സഹകരിക്കുക. ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. കുടുംബാംഗങ്ങളുടെ പേരിൽ ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ
ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാകപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് പ്രതീകുന്നതിനെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മർത്യരായ ഞങ്ങളുടെ ജീവിതായുവും ദൈവികമായ രഹസ്യങ്ങളിൽ പങ്കുചേരുവാൻ കാരുണ്യപൂർവ്വം അങ്ങ് യോഗ്യരാക്കി. ഞങ്ങളോട് കാണിച്ച് വലിയ കൃപയെ പ്രതി അങ്ങയുടെ മഹനീയ നാമത്തിന് എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായി അമർത്യയുടെ ഔഷധമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും മോചിക്കുകയും ഞങ്ങളുടെ ആത്മാക്കളെ പരിപോഷിപ്പിക്കുകയും ചെയ്തു. അമൂല്യമായ ദാനത്തെ പ്രതി നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സകലത്തിന്റെയും നാഥായ നയിക്കും. മരണം മൂലം മരണത്തെ വിജയിച്ചവരാം കർത്താവേ, നിൻ തിരുനാമം ചിരകാലം വാഴ്ത്തി പാടി നമിക്കുന്നു. നാഥാ, നിന്നെ മരിച്ചാലും ജീവിച്ചിടും ചൊന്നോനീ, ശരീരങ്ങൾ കൈക്കൊള്ളുന്നവരെല്ലാവരും വാഗ്ദാനം സ്വർഗം നേരിടും ഒരു നാളിൽ മരണമടഞ്ഞവരെല്ലാവരും നിന്നിൽ ജീവൻ ഗുണരട്ടെ. അവരുടെ സ്മരണയുണർത്തിടുമേ, വെളിയിൽ ചേർന്നവരെല്ലാവരും കൃപയാലെന്നും നിറയട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ശുശ്രൂഷയുടെ മൂന്നാം ഭാഗം ആരംഭിക്കുകയാണ്. ദേവാലയ ശുശ്രൂഷയായ പുരോഹിതൻ ദേവാലയത്തോടും വെളിപ്പെടുത്തോടും യാത്ര പറയുന്നു. നിത്യമഹത്വത്തിന്റെ വലിയ കിരീടം സ്വർഗരാജ്യത്തിൽ സ്വന്തമാകുന്നതിന് പ്രതീകമായി പിതാവ് ഇപ്പോൾ അച്ഛനെ പുഷ്പമൊഴി അണിയിക്കുന്ന പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും ജീവിക്കുന്നവരെ രൂപാന്തരപ്പെടുത്തുന്നവനും പാപികളെ അനുഗ്രഹിക്കുന്നവരുമായ കർത്താവേ, അങ്ങയുടെ മഹനീയമായ തത്വത്തെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ. എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുള്ള ന്യായാധിപനായ ദൈവം നീതിയുടെ കിരീടം ഇന്ന് എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ധ്യാനത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. തുടർന്നുള്ള കർമ്മങ്ങൾ വളരെ ഹൃദയകാരിയാണ്. അഭിയുദ്ധി പിതാക്കന്മാരും വൈദികരും ചേർന്ന് ജേക്കബ് അച്ഛന്റെ ഭൗതിക ശരീരം സമർപ്പിക്ക് വെളിയിടത്തിലും ദേവാലയ വാതിലുകളിലും ആനവാതിലുകളിലും ഒട്ടിച്ച് ദേവാലയത്തോടും ബലിപീഠത്തോടും അച്ഛൻ യാത്ര ചോദിക്കുന്നു. ഈ തിരുക്രമങ്ങൾ സൗകര്യപൂർവ്വം നടത്തുവാൻ ദേവാലയത്തിലുള്ള ആനവാദത്തിൽ എത്തുമ്പോൾ അച്ഛന്റെ ബന്ധുക്കള് ബഹുമാനപ്പെട്ട വൈദികരിൽ നിന്നും ഭൗതിക ശരീരം ഏറ്റുവാങ്ങി സിവിൽ സമർപ്പിക്കേണ്ടതാണ്.